സഹോദരന്മാരെ, 2-3 ദിവസം മുമ്പ് മനുഷ്യ മനസാക്ഷിയെ വളരെയധികം ചിന്തിപ്പിച്ചതും ദുഃഖിപ്പിച്ചതുമായ ഒരു ഫോട്ടോ ആണെന്നല്ലോ ഇത്. നിങ്ങളെല്ലാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. കൊടും ദാരിദ്ര്യം, വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതം, സ്വന്തമായി ഒരു തൊഴിലില്ല, പറയത്തക്ക ഒരു തൊഴിലില്ല, കിടന്നുറങ്ങാനൊരു കടപ്പാടയില്ല, കഴിക്കാനുള്ള ഭക്ഷണമോ സാധനമോ കൃത്യമായി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോ മുമ്പിൽ മൊത്തം ഇരുട്ടായി തോന്നിയപ്പോ അച്ഛനും അമ്മയും ഒന്നും അറിയാത്ത ഈ 2 കുട്ടികളെയും കൂട്ടിയിട്ട് പുഴക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്ത്. ഇതും കേരളത്തിലാണ് എന്ന് ആലോചിക്കുമ്പോ എത്രമാത്രം ചിന്തിക്കാനുണ്ട് നമ്മള്. കേരളത്തില് ഇങ്ങനെയുള്ളവരെ കാണുമ്പോ ഒന്ന് കൈപിടിച്ചുയർത്താൻ ആർക്കും സമയമില്ല. പലരും അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ കണ്ടാൽ തന്നെ അവരെ തട്ടിമാറ്റി പോകാനാണ് പലർക്കും താല്പര്യം. അങ്ങനെ ആകരുതല്ലോ. കേരളത്തിലെ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്തം ഇല്ലേ? ഇങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട അവരെ ജീവിത നിലവാരം ഉയർത്താനുള്ള ബാധ്യത ഒരു സർക്കാരിനില്ലേ? അതവര് ചെയ്യുന്നുണ്ടാ? അതവര് ചെയ്യുന്നില്ലല്ലോ. അവര് ചെയ്യുന്നതെന്ന മരണപ്പെട്ടു പോയ സിനിമാ നടന്റെ പേരിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് പ്രതിമ ഉണ്ടാക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? UDF സർക്കാർ വന്ന ഉടനെ ആദ്യ ബഡ്ജറ്റിൽ പാസാക്കിയതാണ് സലീംകുമാർ എന്ന് പറയുന്ന നടന്റെ പേരിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു പ്രതിമ നിർമ്മിക്കാൻ. അതിന് കാരണം എന്നാ? ഒരു VD സതീശൻ സാറിന്റെ ചങ്ങായിയായിരുന്നു പോലും ആര്? സലീംകുമാർ എന്ന് പറയുന്ന വ്യക്തി. ഇങ്ങനെ തുടങ്ങിയാൽ കേരളത്തിൽ മൊത്തത്തിൽ പ്രതിമയായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് 1.5 കോടി ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാവൂലേ? ഓരോ ഭരണാധികാരികൾ വരുമ്പോ അവർക്ക് പലരും സുഹൃത്തുക്കൾ ഉണ്ടാവും, സിനിമാ നടന്മാരും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരല്ലോ. അവരെല്ലാം പ്രതിമ ഉണ്ടാക്കുക ചെയ്യുക. ഈ പ്രതിമ ഉണ്ടാക്കിയതിനെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാ? ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിന് എന്തെങ്കിലും അതിനെക്കൊണ്ട് ഉപയോഗം ഉണ്ടാ? താഴെ തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് എന്ത് ഉപയോഗമാണ് അതിനെക്കൊണ്ടുള്ളത്? കാക്കക്കും പക്ഷികൾക്കും വന്ന് കാഷ്ടിക്കുക എന്നല്ലാതെ വേറൊരു ഉപയോഗം അതിനെക്കൊണ്ട് ഇല്ലാലോ. ഇപ്പോ സിനിമാ നടന്മാർ ഇനി എത്ര പേരുണ്ട്? ഓരോരുത്തരും ഇരിക്കുന്ന കണക്കായിട്ട് പ്രതിമ ഉണ്ടാക്കുക ചെയ്യുക. എന്നാല് ഈ പൈസ ഉപയോഗിച്ച് സാധാരണക്കാരന് താഴെ തട്ടിൽ നിൽക്കുന്ന 10 ആൾക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ട് അവരെ സുരക്ഷിതമായിട്ട് അവിടെ താമസിപ്പിച്ചാൽ എത്രമാത്രം മഹത്തരമാണ്. സലീംകുമാർ മോശമുള്ള നടനൊന്നുമല്ല, നല്ല നടനാണ്. അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം നല്ല നടൻ തന്നെയാണ്. അദ്ദേഹത്തെ പോലെ പല നടന്മാരും ഉണ്ട്, ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം നമുക്ക് ഓർമ്മിക്കണം. ഓർമ്മിക്കാൻ ഈ പ്രതിമ ഉണ്ടാക്കിയതിനെ കൊണ്ട് ഓർമ്മിക്കലാകുക? അതിനെക്കൊണ്ട് വരുന്ന ഉപയോഗം വേണ്ടേ? ഉപയോഗമില്ലല്ലോ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടത്തുന്ന അതേ കലാപരിപാടിയല്ലേ ഇപ്പൊ കേരളത്തിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മോദിയുടെ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ട് മോദിന്റെ പ്രതിമ ഉണ്ടാക്കുക. അതിനെ വിമർശിച്ചവരാണ് കേരളത്തിൽ സിനിമാ നടന്മാരുടെ പേരിൽ എന്ത് ചെയ്യാ പ്രതിമ ഉണ്ടാക്കുന്നത്. ആ പ്രതിമ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെയുള്ള സാധാരണക്കാർ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ, തലചായ്ക്കാൻ ഭൂമിയില്ലാതെ, തലചായ്ക്കാനുള്ള ഒരു കടപ്പാടയില്ലാതെ, എന്ത് ചെയ്യണമെന്ന് തിരിയാതെ മുമ്പിൽ കാണുന്ന മൊത്തം ഇരുട്ടായതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥ. അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആര്? ഗവൺമെന്റ്. ഇതിനൊരു അറുതി വരുത്തണ്ടേ? ഇതിനെക്കുറിച്ച് ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടാ? ആരും പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ചുരുക്കം ചിലർ പ്രതികരിച്ചിട്ടുണ്ട് ഈ പ്രതിമ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട്. സലീംകുമാറിന് വേണ്ടത് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക വേണ്ടതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ വലിയ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകന്മാരൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. എന്തിനാണ് ഈ പ്രതിമ ഉണ്ടാക്കിയതിനെ കൊണ്ടുവന്ന കാര്യോ? ആർക്കും ഉപയോഗം ഉണ്ടാവും? ഉപയോഗമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തീരുമാനത്തെ ശക്തമായി എതിർത്ത് സാധാരണക്കാരായ താഴെ തട്ടിൽ കിടക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താൻ എന്താണ് മാർഗം? അതാണ് ചെയ്യേണ്ടത്. സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായിട്ട് മുന്നോട്ട് പോകുകയല്ല വേണ്ട, അവരെ ജീവിത നിലവാരം ഉയർത്തുക വേണ്ട. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രദ്ധിക്കണ്ടേ? അതിന് സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത മറ്റുള്ളവർക്കില്ലേ? കേരളത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകന്മാർക്കില്ലേ? അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. അത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യർ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ഇനിയും തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മളെ മുമ്പിലേക്ക് വരാതിരിക്കാൻ ഓരോരുത്തർക്കും കടമയുണ്ട്. അത് ഓരോരുത്തരും നിറവേറ്റണം. നമ്മളെ മുമ്പിലേക്ക് വരുന്ന പ്രയാസപ്പെട്ട് വരുന്നവരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കല്ല വേണ്ട, അവരെ കാണാതാറാക്കി നടക്കല്ല വേണ്ട. അവർക്ക് വേണ്ടുന്നത് ചെയ്യാൻ വേണ്ടി പറ്റുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തണം. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകണം. അവരെ പ്രയാസങ്ങൾ നമ്മളെ പ്രയാസങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി പ്രയാസങ്ങൾ കേട്ട് അവർക്കൊരു ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ ഈ താഴെത്തട്ടിലുള്ളവർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എടുത്തുചാടി മറ്റു വഴികൾ തേടാതിരിക്കൂ. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിലെങ്കിലും നമുക്ക് വേണ്ടത് പ്രതിമയല്ല, താഴെത്തട്ടിൽ ജീവിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുക വേണ്ടത് എന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞ്